ഇപ്പോൾ അമേരിക്കൻ്റെ മധു കൊട്ടാരക്കര കൂടി ചേരുന്നു. മധു, അല്പസമയത്തിനകം കോൺഗ്രസിൽ ചർച്ച ആരംഭിക്കുമല്ലോ. ഈ യുദ്ധകാല സമയത്ത് പ്രസിഡന്റ് അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഈ ഡെമോക്രാറ്റുകൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം വിജയിക്കും അമേരിക്കൻ കോൺഗ്രസിൽ? അതിനുള്ള സാധ്യത വളരെ കുറവാണ് ആ പ്രമേയം പാസ്സാകാനുള്ളത്. പക്ഷേ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വളരെ ശക്തമായ എതിർപ്പുകളാണ് ഡെമോക്രാറ്റ്സും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഭാഗത്തു നിന്ന് ചില സെനറ്റർമാരും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ചർച്ചാ വിഷയമാക്കുവാനായിട്ട് അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായിട്ടും തീർച്ചയായിട്ടും സാധിക്കും. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന വർഷം കൂടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ തുറന്നടിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ഭാവി അല്ലെങ്കിൽ അത് എത്ര നാൾ എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇറാന്റെ കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയുടെ പണിയല്ല നേഷൻ ബിൽഡിങ്, അതിനല്ല അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. മറ്റു രാജ്യങ്ങളിൽ പോയി ദീർഘകാലം നിൽക്കേണ്ട ഒരു ആവശ്യം അമേരിക്കയ്ക്ക് ഇല്ലെന്നും തുറന്നടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ക്യാപിറ്റോൾ ഹില്ലിൽ ഡെമോക്രാറ്റ്സുകൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് കൂച്ചുവിലങ്ങിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന പ്രമേയം വരുമ്പോൾ മറുവശത്ത് പെന്റഗണില് ഇന്ന് അടിയന്തര ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുകയാണ്. ഈ യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഗസയിലെ യുദ്ധവും കാരണം അമേരിക്കയിലെ ആയുധ ശേഖരത്തിന് കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2 വിമാനവാഹിനി കപ്പൽ ഏറെ ദൂരത്താണ് കിടക്കുന്ന ദീർഘദൂര മിസൈലുകൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിഫൻസ് കോൺട്രാക്ടർമാരെ നാളെ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് പെന്റഗൺ ഡെപ്യൂട്ടി സെക്രട്ടറി കാണുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അടിയന്തരമായി പെന്റഗണിന് $50 ബില്യൺ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരു ധനാഭ്യർത്ഥനയും ഈ പെന്റഗൺ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ടോം ഹോക്ക് മിസൈൽ നിർമ്മിക്കുന്നത് റെയ്ത്തോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ പുതിയ കോൺട്രാക്ട് പ്രകാരം ഏതാണ്ട് 1000 മിസൈലുകളാണ് ഒരു വർഷം നൽകാനായിട്ട് കോൺട്രാക്ട് ഉള്ളത്. അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ഒരു മിസൈലിന് ഏതാണ്ട് $1.3 മില്യൺ ചെലവ് വരുന്നത്. നേരത്തെ ജെയിംസ് സാർ പറഞ്ഞതുപോലെ സെനറ്റർ ടിം കെയ്ൻ ആണ് ഏറ്റവും കൂടുതൽ വിമർശനവുമായിട്ട് ഡൊണാൾഡ് ട്രംപിനെതിരെ വന്നിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും, ഒരു യുദ്ധത്തിനും അമേരിക്ക ഇല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ട്രംപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഓരോ പ്രാവശ്യവും US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ ട്രംപിന് തോന്നുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പെരുമാറ്റം കാണിക്കുന്നു എന്നൊരു ആരോപണവും വെച്ചിരിക്കുകയാണ്. താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നും ചേർന്നത്. അമേരിക്കൻ കോൺഗ്രസിൽ ഒരു പ്രമേയം വരികയാണ്. യുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാരം കുറയ്ക്കാനുള്ള നീക്കം. അതേസമയം അമേരിക്കൻ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി കോൺഗ്രസിലെ ആർക്കും നീങ്ങാൻ കഴിയില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.